ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ബിഹുവിൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. റോഡിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് എത്തി കേട്ടോ. ആദ്യം പോയതുകൊണ്ട് അവർ ബിഹുവിനെ കുറിച്ച് സെലിബ്രേഷൻ്റെ ഒരു ഫ്ലെക്സാണ് കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കളിക്കാനുള്ള ഡ്രസ്സൊക്കെ റെഡിയായി കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പേര് മെഖല എന്നാണ് കേട്ടോ. അതും ആസാമീസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ കേരളീയ ഡ്രസ്സ് പോലെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. അതുപോലെ അവർക്ക് ട്രഡീഷണലായിട്ടാണ് ബിഹു. ഇനി നിങ്ങൾ ഈ ബിഹു ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അവരുടെ ഡാൻസ് അടിപൊളിയാണ് കേട്ടോ. കുട്ടിയിലോ കണ്ടു കേട്ടോ. আহিলে বিহুটি মাতিলে কুলিটি, ও আহিলে বিহুটি মাতিলে কুলিটি, ও গছৰ ডালে ডালে কপৌ ফুল ফুলিলে, ও গছৰ ডালে ডালে কপৌ ফুল ফুলিলে, এই মোৰে নাচনি বাজিছে ঢোলেটি, নাচা চকা ভাঙি বিহুতলি শুৱনি, বিহুতলি শুৱনি কৰি এহায় জগতে মাতিলে মোৰ নাচনি, মোৰ নাচনি চকু ওচৰৰে মোৰ নাচনি, মোৰ নাচনি বহাগত মাতিলে কৰি মোৰ নাচনি। বিহু বিহু বিহুতি মইনা কেঁচা কণ, বিহুৱা মাতি নীতি মইনা কেঁচা কণ, কাতি বিহু কঙালী মইনা কেঁচা কণ, মানুহ বিহু ভোগালী মইনা কেঁচা কণ, বহাগৰ বিহুতে ঘেংখিতি ধুলেটি বাজিছে নাচাছো মইনা কেঁচা কণ, তুমিনো পূৰ্ণিমাৰ জোন টিহিতি পাতি বাজিছে নাচাছো মইনা কেঁচা কণ, তুমিনো পূৰ্ণিমাৰে জোন। কিনো ভবিয়া বিহু আহিলে বুধে লগালে নৈ পাৰ খুৱনিয়ে মইনা বিৰিনা, নাচনি ধুৱনিয়ে মইনা খুপাৰে গগনা,
নাহি কৈ ককাতি অনাগতে ভাঙিবা কোমল কৈ আঙুলি মৰমেৰ বুঢ়াবা কৈ ওলাব অমিয়া ওলাব অমিয়া মাত দেহিও নৈ পানী হে ধুনীয়া নীলাব ৰঙীয়া নীলাব ৰঙীয়া উজাই নুমালি মাছৰ উজাই নুমালি মাছৰ ও দেহিও নাহৰি তই বুজি নাপালি তাই মাদিলি তাই মাদিলি পা কামারি বিলতে তুমি যাকে যাকে পদে আহি পদালি আহি ধেমালি রে তুমি জুমে জুম তাতই মৰা সুবালি ওলাতিতে নয়ে কনি ওকে উজি পাহনি তুমি কেতে কি বিমনি ও মনৰে উজুৰণি ও তাতে বিহু পাতিছে ওজা বিনে তই নাচনি মোৰে মনৰ নাচনি ইজনী
कोई चिंता न है ये कोई चिंता न है तुझे गिरी मैं तुझे मैं बोलती का पाते पे करने का तू जिला लो जिला लो Mate ki company solidare gari gari uhudina hamani mate gare gare mate gare gare mate gare gare e ajun nasibi oi koi madale അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർ ഫുള്ളായിട്ട് ഒരു റൗണ്ട് ചുറ്റിയതിന് ശേഷമാണ് പുറത്തിറങ്ങി. പാവം കുട്ടികൾ കേട്ടോ, എല്ലാവരും നന്നായിട്ട് തളർന്നിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് കാല് വയ്യ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ എനിക്ക് 2 ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നായിരുന്നു. പിന്നെ അവർ ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ കൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പെട്ടെന്ന് എത്തണമല്ലോ. അതിനിടയിൽ ഇനി പ്രൈസ് അനൗൺസ്മെൻ്റ് ഉണ്ട്, അതും കൂടെ കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാ രീതികളിലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളും അതുപോലെയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ചുറ്റി കാണാൻ പോയി. അവിടെ ഒരു പലതരം ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തു. ഇത് ഭയങ്കര മധുരമാണ് കേട്ടോ, പക്ഷേ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്കാണെങ്കിൽ ഏകദേശം തല കറങ്ങും പോലെയൊക്കെ ഒരു ഫീലായി കേട്ടോ. ഞാനതിന് ശേഷം ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഉത്സവ പറമ്പിൽ കാണുന്ന സാധാരണ അലുക്കുലുക്ക് ഐറ്റങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കാണുന്ന ഐറ്റം വന്നിട്ട് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഇല്ല. നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രത്യേക മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തത് എനിക്ക് അത്ര വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പ്രൈസ് അനൗൺസ്മെൻ്റ് ആയിരുന്നു. നമ്മൾ കാണാൻ പോയില്ലേ, ആ ഗ്രൂപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസ്. നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും ഞാൻ കൂടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഭയങ്കര കമ്പനിയെന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രോബ്ലം ആയിരുന്നെങ്കിലും കൂടെയും അവർ നന്നായിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിച്ച് ഏകദേശം നല്ല കമ്പനിയായിട്ട് നല്ല പിള്ളേരായിരുന്നു. കളിച്ച് പാവം പിള്ളേർക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ അത്രയ്ക്ക് നന്നായിട്ട് കളിച്ച ടീം ഇവർ തന്നെയായിരുന്നു കേട്ടോ. ഇവർക്ക് എന്നായിരുന്നു അപ്പോൾ കപ്പും കിട്ടിയത്. നമ്മളപ്പോൾ അവർക്കത് കിട്ടണത് ഇത് അവരുടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് ആദ്യം പ്രശംസിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട്
പിള്ളേർക്ക് ഓരോ ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ട് കളിച്ചു എന്ന് വെച്ചാൽ അവർ അത്രയും സ്ട്രെയിൻ എടുത്ത് എന്നെയാണ് കളിച്ചത്. ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുമ്പോഴല്ല കേട്ടോ, കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഈ കാലിനാണ് കേട്ടോ കൂടുതൽ പെയിന് വരുന്നത്. അവിടെ കാലിലാണ് കൂടുതൽ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ അവർ കാലിലാണ് കേട്ടോ കൂടുതൽ. പിന്നെ അവർ ആഹ്ലാദ പ്രകടനം ഫോട്ടോ എടുക്കൊക്കെ ഒരേ ബഹളമായിരുന്നു. അതിനിടയിൽ നമ്മളും പോയായിരുന്നു കേട്ടോ. അവരുടെ ട്രോഫി വെച്ചിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നേരെ തന്നെ പിന്നെ ട്രോഫി, സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിലേക്കും പോയി. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അതൊക്കെ കണ്ടിട്ട് നമ്മളും തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. പിന്നെ എല്ലാവരും ശടേന്ന് അങ്ങ് വീട്ടിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.